നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അച്ഛന്റെ മുന്നിൽ വെച്ച് അമ്മ എന്നോട് ഒത്തിരി സ്നേഹം അഭിനയിക്കും, അത് അച്ഛൻ വിശ്വസിക്കും. പക്ഷെ അതൊന്നും സത്യമില്ലെന്ന് എനിക്കറിയാം. എന്റെ സ്വന്തം അമ്മ എന്നെ സ്നേഹിച്ചതുപോലെ ലോകത്ത് ആരും എന്നെ അത്ര സ്നേഹിച്ചിട്ടില്ല. എന്റെ അമ്മ ജീവനോട് ഉണ്ടായിരുന്നെങ്കിൽ ലോകത്ത് എവിടെയാണെങ്കിലും ഞാൻ കണ്ടുപിടിച്ചേനെ. ഗിരിയുടെ മനസ്സിനെ എന്താണ് കൊളുത്തി വലിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഗിരിയുടെ മനസ്സിനെ ഇത്രത്തോളം ഡിസ്റ്റർബ് ചെയ്യുന്ന ആ വിഷയത്തില് എന്തിനാ ഇങ്ങനെ ഒരു മൗനം? ഗിരിക്ക് എന്റെ അടുത്ത് തുറന്ന് സംസാരിച്ചൂടെ? ഗിരി ചോദിച്ചാൽ മാത്രം പറയാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഞാൻ എന്റെ മനസ്സിൽ കൊണ്ടു നടക്കുന്നുണ്ട്. വേറൊന്നുമല്ല സുമി, ആ കുട്ടി പറഞ്ഞൊക്കെ കേട്ടപ്പോ ഞാനെന്തോ എന്റെ ജീവിതവുമായി അതൊക്കെ കൂട്ടി വായിച്ചു പോയി. ചിലപ്പോ അങ്ങനെ വായിക്കപ്പെടാൻ വേണ്ടി ആയിരിക്കാം ദൈവം അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കിയിരുന്നു. ഞാനൊരു കാര്യം ചോദിച്ചാ ഗിരി എന്നോട് സത്യം പറയൂ? സോറി, ആക്ച്വലി ഞാൻ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഗിരി സ്വാമിയല്ലേ, നുണ പറയാൻ പറ്റില്ലല്ലോ. ഗിരിയുടെ സ്വന്തം അമ്മയെ കുറിച്ച് ഗിരിയുടെ മനസ്സിൽ എന്തെങ്കിലും ഓർമ്മകൾ അവശേഷിക്കുന്നുണ്ടോ? സ്വാമിയാണേ, നുണ പറയല്ലേ. ഉത്തരവൊന്നും പറഞ്ഞില്ലെങ്കിലും വേണ്ടില്ല. ഒരുപാടുണ്ട് സുമി. അതൊന്നും നല്ല ഓർമ്മകളല്ലേ? ആണ്, എല്ലാം നല്ല ഓർമ്മകളാണ്. പിന്നെ എന്തിനാ അമ്മയെ വെറുക്കുന്നത്? എനിക്ക് എന്റെ അമ്മയോട് വെറുപ്പൊന്നുമില്ല സുമി. പിന്നെ ഇത്ര നാളും ആ അമ്മയെ കുറിച്ച് ഒരു വാക്കുപോലും കേൾക്കാൻ ഗിരി തയ്യാറാവാത്ത എന്തായിരുന്നു? അമ്മയുടെ ഒരു ഫോട്ടോ എന്റെ കയ്യിൽ കിട്ടിയതിന്റെ പേരില് അത്രയും വലിയൊരു പ്രശ്നം ഉണ്ടാക്കിയ എന്തിനാ? എന്റെ മനസ്സ് നിറയെ സങ്കടമായിരുന്നു സുമി. പെറ്റമ്മയെ ഏറ്റവും കൂടുതൽ വേണ്ട ഇളം പ്രായത്തിൽ യാതൊരു കാരണവുമില്ലാതെ എന്നെ ഇട്ടെറിഞ്ഞു പോയ അമ്മയോടുള്ള സങ്കടം. പിന്നീട് അങ്ങോട്ട് അമ്മ കൂടെയില്ലാത്ത ഒരു ജീവിതം പഠിച്ചെടുക്കാൻ ഒത്തിരി പാടുന്നു. അങ്ങനെ ജീവിതം ഗിരി പഠിച്ചതോ അതോ ഗിരിയെ പഠിപ്പിച്ചതോ? ഒരമ്മയും 10 മാസം ചുമന്ന് നൊന്ത് പ്രസവിച്ച കുഞ്ഞിനെ വെറുതെ ഉപേക്ഷിച്ചു പോവില്ല. മഹാലക്ഷ്മി അമ്മ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അവർക്കതിന് അത്രയും വലിയൊരു കാരണം ഉണ്ടായിട്ടുണ്ടാവും. അതെന്തുകൊണ്ടാ ഗിരി ചിന്തിക്കാതിരുന്നത്? സ്വാമിമാർ കള്ളം പറയാൻ പാടില്ല എന്ന് മാത്രമല്ല, സ്വാമിമാരുടെ അടുത്തും കള്ളം പറയാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം ഗിരിയുടെ അടുത്ത് തുറന്നു പറയാൻ പോവാം. ഞാൻ കോഴിക്കോട് വെച്ച് മഹാലക്ഷ്മി അമ്മയെ കണ്ടിരുന്നു. അമ്മേനോട് കുട്ടൻ നന്നായിട്ട് പ്രതികരിച്ചില്ല. അത് സ്നേഹക്കുറവുകൊണ്ടൊന്നുമല്ല, അമ്മ ആരെയോ ഭയപ്പെടുന്നു. ഗിരി, നമ്മൾ ഒരാളെ അറിയാതെ അവരുടെ സാഹചര്യങ്ങളൊന്നും മനസ്സിലാക്കാതെ അവരെ തെറ്റിദ്ധരിക്കാൻ പാടുണ്ടോ? ഗിരിയോട് മഹാലക്ഷ്മി അമ്മ ചെയ്തത് തെറ്റായിരുന്നെങ്കിൽ, അതൊരു അന്യായമായിരുന്നെങ്കിൽ പൂർണ്ണമായിട്ടും ഞാൻ ഗിരിയുടെ കൂടെ തന്നെ നിൽക്കും. പക്ഷെ അതങ്ങനെ ആയിരുന്നോ അല്ലയോ എന്ന് നമുക്കൊന്ന് ഉറപ്പുവരുത്തണ്ടേ? മഹാലക്ഷ്മി അമ്മയെ കുറിച്ച് കൂടുതൽ അന്വേഷിക്കാൻ തന്നെ എന്റെ തീരുമാനം. ഗിരി ദയവ് ചെയ്ത് എതിർക്കരുത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ബോധം വന്നിട്ടുണ്ട്. മയക്കം മരുന്നിന്റെ ക്ഷീണത്തില. ഡോക്ടർ, എന്റെ കുഞ്ഞ് ജീവൻ ആപത്തൊന്നും ഇല്ല ശാരദമ്മേ. വയറ് കഴുകുകയും മറ്റും ചെയ്തതുകൊണ്ട് വിഷാംശം ശരീരത്തിൽ നിന്ന് നീങ്ങിയിട്ടുണ്ട്. പക്ഷേ ഈ കീടനാശിനി ശാരികയുടെ കയ്യിൽ എങ്ങനെ വന്നു? അത് തൊടിയിലെ തെങ്ങുകൾക്ക് എന്തോ രോഗമുണ്ടെന്നും പറഞ്ഞ് ശങ്കരേട്ടൻ വാങ്ങിച്ചോണ്ട് വന്നത്. ശങ്കരേട്ടൻ തന്നെയാ ഇവിടത്തെ തെങ്ങുകളിൽ കയറുന്നതും അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നതും. തെങ്ങിനടിച്ചതിന്റെ ബാക്കി ഇവിടെ എവിടെയോ വച്ചിട്ട് പോയതാ. അതൊരു ഭയങ്കര കുഴപ്പമുള്ള കീടനാശിനിയാ ശാരദാമ്മേ. അയ്യോ, തെങ്ങുകളെ രക്ഷിക്കുന്നതാണെങ്കിലും
അതിലെ ഒരു കെമിക്കൽ മാരക വിഷമാ. അയ്യോ, ജീവൻ രക്ഷപ്പെട്ട് കിട്ടിയത് ഭാഗ്യമെന്ന് പറഞ്ഞാ മതി. ഓ, ദേവി. ജീവഹാനി ഇല്ലാതെ അതിജീവിക്കുന്ന ഇത്തരം കേസുകളിലും ചില സൈഡ് എഫക്ട്സ് പിന്നീട് ഉണ്ടാവാറുണ്ട്. ആ കെമിക്കൽ അതിവേഗം ആന്തര അവയവങ്ങളിലേക്ക് പടരും. അയ്യോ, അപ്പൊ ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് വെള്ളത്തിൽ ചെളി പോലെ അടിഞ്ഞുകൂടും. ഈശ്വര, പ്രത്യക്ഷ പരിശോധനയിൽ നമുക്കത് കണ്ടെത്താനാവില്ല. ഡോക്ടർ എന്താ പറഞ്ഞു വരുന്നത്? അങ്ങനെ സംഭവിക്കാമെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ സംഭവിച്ചു കൂടൊന്നുമില്ല. ആ കെമിക്കൽ ഏതെങ്കിലും ആന്തരിക അവയവത്തിന്റെ പ്രവർത്തനത്തെ ബാധിക്കാനിടയുണ്ട്. ഈശ്വര, ഹൃദയം, കരൾ, കിഡ്നി, അങ്ങനെ എന്തിനെയെങ്കിലും. അയ്യോ, അതിനുള്ള ചികിത്സ കൂടി ചെയ്യണം ഡോക്ടർ. അതിന് ആ കെമിക്കൽ ഏത് അവയവത്തെയാണ് ബാധിച്ചിരിക്കുന്നതെന്ന് നമുക്കറിയില്ലല്ലോ കുട്ടി. ബാധിച്ചിട്ടുണ്ടോന്ന് പോലും അറിയില്ല. അത് പരിശോധനയിൽ കണ്ടെത്താൻ പറ്റില്ല ഡോക്ടർ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ്. ഇറ്റ്സ് എ സൈലന്റ് കില്ലർ. ഡോക്ടറെ, എന്ത്? വിഷമിക്കണ്ട ശാരദാമ്മേ, ചിലപ്പോ വിഷാംശം പൂർണ്ണമായി നീങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞാൻ പ്രിസ്ക്രൈബ് ചെയ്ത ടാബ്ലറ്റ് ആ കെമിക്കലിനെ പ്രതിരോധിക്കാൻ ഒരു പരിധിവരെ കഴിയുന്നതാണ്. അത് മുടക്കാതിരിക്കുക. ധൈര്യമായിട്ടിരിക്കുക. ശാരികയ്ക്ക് ഏതെങ്കിലും സമയത്ത് എന്തെങ്കിലും അവശതയോ ബുദ്ധിമുട്ടോ ഉണ്ടായാൽ ഉടനെ എന്നെ വിളിക്കുക. ശരി ഡോക്ടറെ. ശരി. മോളെ, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്റെ മക്കളുടെ വേർപ്പും കണ്ണീരും ചോരയായത് അതായത് വിഷ്ണുവേട്ടാ, നമ്മുടെ സത്യാമ്മ ഉണ്ടല്ലോ, സത്യാമ്മ ദേ അച്ഛന് അച്ഛാ ദേ വിഷ്ണുട്ടാ, ഇതൊന്ന് നോക്കിയേ. കണ്ടോ കണ്ടോ?
അച്ഛാ, കണ്ടില്ലേടാ നീ? അവളൊരു പാവാടാ. പുറമേക്ക് ഒരു ഇരുമ്പുമറ ഇട്ടിട്ടുണ്ടെന്നേ ഉള്ളൂ. നീ വിഷമിക്കാതെ. ഞാനീ നിന്നെ പിന്നെ വിളിക്കാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഏട്ടൻ അവിടുത്തെ അച്ഛനെയും അമ്മയും വിളിച്ചു നോക്കി. ഇനി അവൾ അവിടെ ചെന്നില്ലെങ്കിൽ ആകെ പ്രശ്നമാവില്ലേ? മോനെ, നേരെ ഇത്രയായി, നീ എന്തെങ്കിലും ഒന്ന് ചെയ്യ്. എനിക്ക് വല്ലാത്ത ആശങ്ക തോന്നുന്നു. നീ എവിടെങ്കിലും പോയി അന്വേഷിക്കേ, അല്ലാതെ ഞാനിപ്പോ എന്തോ പറയാനാ. പറയാനല്ലേ പറ്റും. എന്റെ കുഞ്ഞിനെ കാത്തുകൊള്ളണേ. അവക്കൊരാപത്തും വരാതെ നീ തന്നെ ഇവിടെ എത്തിക്കണേ. മോനെ, അവിടെ ഒന്നും കണ്ടില്ലെങ്കിലേ സ്റ്റേഷനിൽ ഒന്ന് അറിയിക്കണേ. അച്ഛാ, എനിക്ക് അമ്മയെ കാണണം അച്ഛാ. മോളെ പറയുന്നത് ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാം. നീരെടുത്തി അമ്മേ, എന്റെ പൊന്നു കുഞ്ഞ്, നീ എവിടെ ആയിരുന്നിട്ട് ഇത്ര നേരം? പിന്നെ ഇത്രയും നേരം നീ എവിടെ പോയി കിടക്കുമായിരുന്നു? ചോദിച്ചായിട്ടില്ലേ? തൊട്ടുപോരുന്ന അവളെ. ഇനി ഒരക്ഷരം ഇതിനെ സംബന്ധിച്ച് ഇനി ഇവിടെ ആരും മിണ്ടി പോരുത്, കേട്ടല്ലോ? ഈ ഫയലിലെ രഹസ്യങ്ങൾ അറിയാൻ വേണ്ടി മാത്രം ഞാൻ ചേച്ചിയോട് വഴക്കിട്ടതും ബഹളം ഉണ്ടാക്കിയതും ഒക്കെ. പക്ഷെ ഞാൻ ചേച്ചിയെ മനസ്സിലാക്കാതെ പോയി. നിന്റെ ചില നേരത്തെ പെരുമാറ്റം എനിക്ക് എന്തുമാത്രം വേദന ഉണ്ടാക്കിയെന്നറിയാമോ? ഞാനതൊക്കെ ക്ഷമിച്ചു നിന്നത് നമ്മുടെ ആത്യന്തിക ലക്ഷ്യം തകർന്നു പോകാതിരിക്കാനാ. അതൊന്നും എനിക്ക് അറിയില്ലായിരുന്നല്ലോ ചേച്ചി. ഞാൻ നോക്കുമ്പോ ചേച്ചി എപ്പോഴും എനിക്കെതിരെ സംസാരിക്കുന്നു, എല്ലാത്തിനും ദേഷ്യപ്പെടുന്നു, മൊത്തത്തിലും എന്നെ ഇഷ്ടമല്ലാത്ത രീതിയിൽ നടക്കുന്നു. അപ്പൊ പിന്നെ ഞാൻ എന്ത് ചെയ്യും? എനിക്ക് നിന്റെ കാര്യത്തിൽ ഒരു ആശങ്ക ഉണ്ടായിരുന്നു മോളെ. നീ ഇതൊക്കെ എങ്ങനെ എടുക്കുംന്ന്, നിനക്ക് ഈ കാര്യങ്ങളൊക്കെ എത്രമാത്രം ഉൾക്കൊള്ളാൻ കഴിയുംന്ന്. അതായിരുന്നു ഇത്രയും നാള് നിന്നിൽ നിന്നും ഈ കാര്യം മറച്ചു പിടിക്കേണ്ടി വന്നത്. നമ്മുടെ ഭാവിക്ക് വേണ്ടി ഇത്രയും തലപുകഞ്ഞ് ആലോചിച്ച് ചേച്ചി ഒരു പ്ലാൻ വർക്ക്ഔട്ട് ചെയ്യുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. നന്ദേട്ടം പോയതിനു ശേഷം ചേച്ചി ആകെ തകർന്നു പോകുമെന്ന് ഞാൻ പേടിച്ചിരുന്നു. പിന്നെ ചേച്ചിയുടെ വാശിയോടെയുള്ള വളർച്ച കണ്ടപ്പോ ആർക്കൊക്കെയോ വേണ്ടി കിടന്ന് കഷ്ടപ്പെടുവാണെന്ന് തോന്നി. അതൊക്കെയായിരുന്നു എനിക്കാകെ ഇറിറ്റേഷൻ തോന്നിയത്. ഞാൻ വണ്ടിക്കാളെ പോലെ കിടന്ന് വലിക്കേണ്ടി വരുമെന്ന് എനിക്ക് തോന്നി. നാളെ സച്ചിക്കും സന്ദീപിനും ഭാര്യമാരായിട്ട് വരുന്നവര് ഞാൻ കൂടെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വത്തുക്കൾ അനുഭവിക്കും. അവരുടെ മക്കള് ഇക്കണ്ട സ്വത്തുക്കൾക്കൊക്കെ അവകാശികളാവും. ഞാനും നീയും അവരുടെ ഔദാര്യത്തിൽ ജീവിക്കേണ്ടി വരുമെന്ന് എപ്പോഴും എനിക്ക് തോന്നി. അതെനിക്ക് ചിന്തിക്കാനാവില്ലാത്ത കാര്യ. അപ്പൊ ആലോചിച്ചതാ, വെറും വെള്ളം കോരിയും വിറകുവെട്ടുകാരിയുമായിട്ട് ജീവിക്കുന്നതിൽ അർത്ഥമില്ലാന്ന്. അപ്പൊ തീരുമാനിച്ചതാ, സച്ചിക്ക് കുട്ടികൾ ഉണ്ടാവരുത്, പ്രസവിക്കാത്ത ഒരുത്തിയാവണം അവന്റെ ഭാര്യയെന്ന്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.
നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മമ്മിക്ക് മംഗലശ്ശേരിക്കാരോട് പ്രതികാരം ചെയ്യണോ? ആയിക്കോ, ഞാൻ അതിനൊരു തടസ്സമാവില്ല. ആ തറവാട് മുടിച്ചാ പോലും മമ്മിക്കെതിരെ ഞാൻ വരില്ല. പക്ഷേ സഞ്ജുവിനെ തൊടാൻ മമ്മിയെ ഞാൻ അനുവദിക്കില്ല. അവൻ നിന്നെ സ്വീകരിക്കുന്ന എന്തുറപ്പാ നിനക്കുള്ളത്? നാണമുണ്ടോ വിവാഹ നിശ്ചയം കഴിഞ്ഞവന്റെ പിന്നാലെ നടക്കാൻ? അവന്റെ പെണ്ണ് ആ വീട്ടിലുണ്ട്. അങ്ങനൊരു ബോധമെങ്കിലും നിനക്കുണ്ടോ? ആ വിവാഹം നടന്നിട്ട് വേണ്ടേ? അവൾക്ക് തന്നെ ഞാനത് ബോധ്യപ്പെടുത്തി കൊടുത്തു. അവരാരും അവളോട് പറയാതിരുന്ന സത്യം ഇപ്പൊ സ്വാതിക്കറിയാം. ഞാൻ ഇവിടെ നിൽക്കാനുള്ള കാരണം അത് തന്നെയാ. മംഗലശ്ശേരിക്കാർ ഇരുട്ടിൽ തപ്പുന്ന ആ ശത്രു മമ്മിയാണെന്നും എനിക്കറിയാം. സ്വാതിക്ക് ഈ വിധി സമ്മാനിച്ചതും മമ്മി തന്നെ. അതൊക്കെ മമ്മിയുടെ കണക്ക് തീർക്കലായി കാണാനും എനിക്ക് കഴിയും. പക്ഷേ സഞ്ജുവിന് എന്തെങ്കിലും സംഭവിച്ചു പോയാ മമ്മിയെ എനിക്ക് ശത്രുവായിട്ട് കാണേണ്ടി വരും. മോക്കിപ്പൊ കാര്യങ്ങൾ ബോധ്യമായില്ലേ? അവക്കിപ്പൊ സഞ്ജുവിന് മാത്രം മതി. അവിടെ ആരൊക്കെ വീണാലും അവക്കൊരു പ്രശ്നമല്ല. സത്യത്തിൽ മമ്മിയുടെ മനസ്സ് കണ്ട അവളിപ്പൊ ചിന്തിക്കുന്നത്. നമ്പിശൻ എന്താ പറയുന്നത്? കൊന്നുകളയുമ്പോ കിട്ടുന്ന പകയേക്കാൾ വലുതാ കൊല്ലാക്കൊല ചെയ്യുമ്പോ കിട്ടുന്ന സുഖം. സ്വാതിയുടെ കാര്യത്തിൽ അവരത് അനുഭവിക്കുന്നുണ്ട്. ജീവിതാവസാനം വരെ അവരെ അത് വേട്ടയാടണം. നമ്പിശൻ മനസ്സിലാവുന്ന ഭാഷയിൽ പറയേ. ഇതിനെ മോള് ചരിത്ര നിയോഗമായിട്ട് കരുതണം. മാണിക്യമംഗലത്തെ പേരക്കുട്ടി മംഗലശ്ശേരിയില് മരുമകളായിട്ട് ചെന്ന് കയറണം. ശരിക്കും പക തീർക്കേണ്ടത് അങ്ങനെയാ. അവരാഗ്രഹിച്ചത് മുറപ്പെണ്ണിനെ കൊണ്ട് സഞ്ജുവിനെ കെട്ടിക്കാനാ. ആ കുട്ടിയെ അരയ്ക്ക് കീഴ്പോട്ട് തളർത്തിയിട്ടാ നമ്മൾ ഈ കളി ജയിക്കാൻ പോകുന്നത്. സഞ്ജുവിനെ വെച്ചുള്ള കളികള് എന്തായിരിക്കണമെന്ന് മോക്ക് ഞാൻ പറഞ്ഞു തരണോ? മോക്ക് മംഗലശ്ശേരിക്കാരോടുള്ള പകയൊന്നും ചന്ദ്രവർമ്മയ്ക്ക് അറിയില്ല. മകള് ചന്ദ്രവർമ്മയ്ക്ക് വീക്ക്നെസ് ആണെന്ന് അറിയാലോ. സഞ്ജന ഡാഡിയോട് ഈ ആഗ്രഹം പറഞ്ഞ കിടന്ന കിടപ്പിൽ ചന്ദ്രവർമ്മ ആളെ വിട്ട് സഞ്ജു ആരാണെന്ന് അന്വേഷിക്കും. സഞ്ജുവിന് മികച്ച ബിസിനസ്സുകാരന്റെ അവാർഡ് കിട്ടിയ വാർത്ത എല്ലാ ബിസിനസ് ജേണലുകളും പുറത്തുവിട്ടിട്ടുള്ളതാണ്. ചന്ദ്രവർമ്മയ്ക്ക് പിന്നെ നോക്കാനൊന്നുമില്ല. മോള് ഒറ്റപ്പെട്ടു പോവും. മോള് ഈ വിഷയം ഗൗരവത്തോടെ ആലോചിക്കും. മംഗലശ്ശേരിയിൽ മരുമകളായിട്ട് ചെന്ന് കയറേണ്ടത് നമ്മളെ കുട്ടിയാകണം. പിന്നെയുള്ള കടന്നുകയറ്റം മോളുടേതാകും. സഞ്ജുവിന്റെ ആ രഹസ്യ വിവാഹ കഥ ഇനി ഒരാൾ പോലും അറിയാൻ പാടില്ല. അത് അവനെ നമുക്ക് ബ്ലാക്ക്മെയിൽ ചെയ്യാനുള്ള വജ്രായുധമായിട്ട് കരുതണം. ഇതാണ് മോളെ ശരിക്കുമുള്ള പകവീട്ട്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഞാൻ മേഡത്തെ കാണാൻ വന്നിരുന്നു, പക്ഷെ എന്നെ അകത്തേക്ക് വിട്ടില്ല. മേഡത്തിന്റെ ഇളയമ്മയുടെ വിവരം പറഞ്ഞു. എന്ത് വിവരം? ഏയ്, കേസിന്റെ കാര്യമൊന്നും പറഞ്ഞില്ല. മേഡത്തിനോട് ഞാൻ വന്ന വിവരം അറിയിക്കാൻ പറഞ്ഞു. ഞാനിപ്പോ സുഖമില്ലാതിരിക്കാണ്. നിങ്ങളോട് പറഞ്ഞതല്ലേ, പിന്നെ എന്തിനാ വീണ്ടും വീണ്ടും വിളിക്കണേ? അല്ല, അന്വേഷണം പൂർത്തിയായ സ്ഥിതിക്ക് ഞാൻ അറിഞ്ഞ വിവരങ്ങള് ഫോണിലൂടെയെങ്കിലും മേഡത്തിനെ അറിയിക്കേണ്ടതല്ലേ? എന്താന്ന് ചോദിക്കും. നിങ്ങൾ പറയൂ. ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരമാണ് ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങൾ പറയൂ. നിങ്ങളെ വിവാഹം കഴിക്കാനിരുന്ന സഞ്ജയ് പണിക്കരാണ് അമ്മു എന്ന കള്ളപ്പേരിൽ നിങ്ങളെ ചതിച്ചുകൊണ്ടിരിക്കുന്ന ലക്ഷ്മിയുടെ ഭർത്താവ്. അവര് നിങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ട്. എനിക്ക് എല്ലാ തെളിവുകളും ലഭിച്ചു. വിവാഹ ക്ഷണകത്തില് രണ്ടുപേരുടെയും ഫോട്ടോയും ഉണ്ട്. അതെന്റെ കയ്യിലുണ്ട് മാഡം.
കേസ് ഫയല് മാഡത്തിന്റെ കയ്യിൽ ഏൽപ്പിക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? മാഡത്തിനത് പ്രയോജനപ്പെടും. എനിക്കതിന്റെ ഒന്നും ആവശ്യമില്ല. എനിക്കതേപ്പറ്റി സംശയങ്ങളുണ്ടായിരുന്നു. അത് സത്യമാണെന്നറിയാനാ നിങ്ങളുടെ സഹായം തേടിയത്. അപ്പോ മാഡത്തിന് സംശയം ഉണ്ടായിരുന്നല്ലേ? പൈസ തരാമെന്ന് പറ. അത് ശരിയാണെന്ന് നിങ്ങൾ അന്വേഷിച്ചപ്പോ എനിക്ക് മനസ്സിലായി. നിങ്ങളുടെ ജോലി കഴിഞ്ഞു. ബാക്കി തുക എത്രയാ വേണ്ടെന്ന് പറഞ്ഞാൽ മതി, ഞാൻ അക്കൗണ്ടിൽ ഇട്ട് തരാം. താങ്ക് യു മാഡം. എനിക്ക് 1 ലക്ഷം രൂപയുടെ മാഡം തരണം. അത് നമ്മൾ പറഞ്ഞുറപ്പിച്ചതാ. എന്താ ശരിയല്ലേ മാഡം? ആ പണം ഞാൻ ഇട്ട് തരാം. ഈ നമ്പറിൽ സെൻഡ് ചെയ്താൽ മതി. നിങ്ങള് ശേഖരിച്ച മുഴുവൻ തെളിവുകളും എനിക്ക് വേണം. അത് വാങ്ങാൻ എന്റെ ഒരാള് നിങ്ങളെ കാണാൻ വരും. അയാളുടെ കൈവശം സീൽ ചെയ്ത് കൊടുക്കണം. വരുന്നയാളുടെ പേര് ദിനേശൻ എന്നാ. ഓക്കെ മാഡം, വിളിച്ചു പറഞ്ഞാൽ മതി. താങ്ക് യു മാഡം. ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്റെ പേര് മറക്കരുതേ. ശരി. കൊള്ളാമോ? നീ തകർത്തു. ഒരു കാര്യം ചെയ്യ്, ആ നമ്പർ ചെയ്ത ഞാൻ അയാളെ വിളിച്ച് അയാൾ കണ്ടെത്തിയ തെളിവുകൾ തിരികെ വാങ്ങാം. എന്തായാലും മനസ്സിൽ വീണ തീ ഇപ്പോഴാ ഒന്ന് അണഞ്ഞത്. ദിനേശേട്ടൻ എത്രയും വേഗം അത് വാങ്ങി നശിപ്പിക്കാൻ നോക്ക്. രണ്ടാമത് ജയിച്ചെന്നാ അവനോട് കരുതുന്നത്. വിഡ്ഢികൾ. എനിക്ക് ലാഭം 1 ലക്ഷം. സഞ്ജയ് പണിക്കരെ, നീ എന്റെ ചൂണ്ടയിൽ കൊത്തുമെന്ന് അറിഞ്ഞ് എന്നാ ഞാൻ വിളിച്ചത്. ഒരു തവണ സംസാരിച്ചാൽ മതി ആ ആളിന്റെ ശബ്ദം എനിക്ക് തിരിച്ചറിയാൻ. ഇത് അമ്മു എന്ന ലക്ഷ്മി തന്നെ. വെറുതെ അല്ല ഞാൻ ഡിറ്റക്റ്റീവ് പണി ചെയ്യുന്നത്. കാത്തിരുന്നോ, ഇതിനേക്കാളും വലിയ മിസൈല് ഉടൻ വരുന്നുണ്ട്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സാറേ, നമുക്കാർക്കും ചിന്തിക്കാൻ പോലും കഴിയാത്ത രീതിയിലാ അവളുടെ ഓരോ നീക്കങ്ങളും. പൂക്കളിൽ വിഷം തളിച്ച് ഒരാളെ കൊല്ലാൻ കഴിയുമെന്ന് നമ്മൾ ചിന്തിക്കോ? ഇല്ലല്ലോ. എന്നാ അവൾ അത് ചിന്തിച്ച് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുകയും ചെയ്തു. പക്ഷെ ചീറ്റിപ്പോയി. വിശാല് വിവാഹം കഴിക്കാനിരിക്കുന്ന പെൺകുട്ടി അത് കൈയോടെ പൊക്കി. അതോടെ ആ പെൺകുട്ടി അവളുടെ ശത്രുവായി. ചുരുക്കം പറഞ്ഞ ഞങ്ങളെല്ലാവരും ഇപ്പൊ അവളുടെ ശത്രുക്കളാ. ജാസ്മിൻ എന്ന് പേരുള്ള നല്ലവളായ പെൺകുട്ടിയെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം വരെ അവള് ചെയ്തു. ദൈവഭാഗ്യം കൊണ്ട് അത് സംഭവിച്ചില്ല. അറസ്റ്റ് ചെയ്യാൻ വന്നത് ആ CA അരവിന്ദനായിരുന്നു. ശരി പ്രതാപ, ഞാനത് അന്വേഷിക്കട്ടെ. സർ, ഞങ്ങൾക്ക് അവളെ പേടിക്കാതെ കിടന്നുറങ്ങാൻ കഴിയണം. പ്രലോഭനങ്ങൾക്കോ ഭീഷണികൾക്കോ വഴങ്ങാത്ത ആളാണ് സാറെന്ന് ചേച്ചിക്ക് എനിക്കും ഈ ഡിപ്പാർട്ട്മെന്റിലെ എല്ലാവർക്കും അറിയാം. എങ്കിലും പാർവതിയെ സാർ അറസ്റ്റ് ചെയ്ത സാറിന് സ്വപ്നം പോലും കാണാൻ പറ്റാത്ത ഒന്ന് സാറിന് ഞങ്ങൾ തന്നിരിക്കും. അത് കൈക്കൂലിയല്ല, ഞങ്ങളുടെ ഒരു സന്തോഷം. ഇന്ന് തന്നെ സംഭവിക്കുമെന്ന ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. സാറൊന്ന് മനസ്സുവെച്ചാ അത്രയും നല്ലത്. ഞാൻ വരുന്നുണ്ടെന്ന് പ്രഭാവതിയോട് പറഞ്ഞേക്ക്. മതി, ഇത്രയും കേട്ടാ മതി. എന്നാ പ്രതാപം പൊക്കോട്ടെ പ്ലീസ്. താങ്ക് യു സർ. താങ്ക് യു. പ്രതാപനെ കാണുന്നില്ലല്ലോ. പോയ കാര്യം നടന്നിട്ടുണ്ടെങ്കിൽ എന്നെ വിളിച്ചു പറയേണ്ടതാ. DYSPയെ കൺവിൻസ് ചെയ്യിക്കാൻ അവന് കഴിഞ്ഞിട്ടുണ്ടാവില്ല. അങ്ങനെയെങ്കിൽ മറ്റു വഴികൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. ചേച്ചി, ചേച്ചി, എന്തായി പ്രതാപ? ഞാൻ ഏറ്റ കാര്യങ്ങൾ എന്തെങ്കിലും ഇതുവരെ നടക്കാതിരുന്നിട്ടുണ്ടോ ചേച്ചി? കാര്യഗൗരവമുള്ളവൻ പോയ കാര്യസാധ്യം ഒന്നും കേട്ടിട്ടില്ലേ? എടാ, നിന്നെ സംശയമുള്ളത് കൊണ്ട് ചോദിച്ചതല്ല. അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി, അത്രേ ഉള്ളൂ. എന്നാ കേട്ടോ, പാർവതിയുടെ ശല്യം ഇന്നത്തോടെ തീരും. എടാ, നീ ഈ പറയുന്നത് സത്യമാണോ? എന്റെ ചേച്ചി, പച്ചയായ സത്യം.
നിന്റെ കോള് കാണാതായപ്പോ നമ്മുടെ പ്ലാൻ നടക്കില്ലെന്നാ ഞാൻ കരുതിയത്. ഞാനേ മനഃപൂർവ്വം ഫോൺ ചെയ്യായിരുന്നേ. ആ ഫോണിൽ വിളിച്ച് പറഞ്ഞിരുന്നെങ്കിലേ ചേച്ചിയുടെ മുഖത്തെ ഈ സന്തോഷം നേരിട്ട് കാണാൻ പറ്റുമായിരുന്നോ? ഇല്ല. പാർവതിയുടെ ഫാൻസുകാരൊക്കെ ഇന്ന് ഇവിടെ നെഞ്ചത്തടിച്ച് കരയും ചേച്ചി. നമ്മുടെ ഭാഗത്തുനിന്ന് ഇങ്ങനൊരു നീക്കം ഉണ്ടാവുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ലല്ലോ. അവള് നെഞ്ചത്തടിച്ച് അലമുറയിട്ട് കരയട്ടെ പ്രതാപ. രാധികയും ഗാർഗിയും അമ്മയും ഗോപിയേട്ടനും പിന്നെ എന്റെ ഒരു ഇളയ സന്തതിയുണ്ടല്ലോ, അവൻ ഉൾപ്പെടെ നെഞ്ചത്തടിച്ച് തന്നെ കരയണം. അത് കൺകുളിർക്കെ കണ്ട് നമുക്ക് കൈകൊട്ടി ചിരിക്കാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഒരു ഉറുമ്പിനെ പോലും വേദനിപ്പിക്കാത്ത കുട്ടിയാ പാർവതി. അത് താങ്കൾ കണ്ടോ? ഇല്ലല്ലോ. വിവാഹത്തോടെ നിന്റെ അധീനതയിലായ സ്വത്തുക്കൾ കൈവിട്ടു പോകാതിരിക്കാൻ നീ നിന്റെ ഭർത്താവിനെ കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നു. അതാണ് എനിക്ക് കിട്ടിയ പരാതി. സാർ, അത് കള്ളപ്പരാതിയാണ് സാർ. പാർവതി വിശാലിനെ അപകടപ്പെടുത്താൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല. പൂക്കളിൽ മാരകമായ കെമിക്കൽ സ്പ്രേ ചെയ്ത് വിശാലിനെ അപായപ്പെടുത്താൻ ശ്രമിച്ചു എന്നതാണ് എനിക്ക് കിട്ടിയ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്നാണോ മിസ്റ്റർ ഗോപിനാഥ് പറയുന്നത്? സാർ, വിശാലിന്റെ റൂമിൽ നിന്ന് കിട്ടിയ പൂക്കളിൽ എന്തോ സംശയം തോന്നിയിട്ട് പാർവതി അതെടുത്ത് സർക്കിൾ ഇൻസ്പെക്ടർ അരവിന്ദനെ ഏൽപ്പിച്ചിരുന്നു. അദ്ദേഹം അതെടുത്ത് ഫോറൻസിക് ലാബിൽ പരിശോധനയ്ക്ക് അയച്ചപ്പോ സ്ലോ പോയിസൺ പോലെ പ്രവർത്തിക്കുന്ന എന്തോ ഒരു കെമിക്കൽ അതിൽ സ്പ്രേ ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലായി. പാർവതി വിശാലിനെ അപകടപ്പെടുത്താൻ ശ്രമിക്കുകയല്ല സാർ ചെയ്തത്. അപകട സാധ്യത തിരിച്ചറിഞ്ഞ് അവനെ രക്ഷിക്കുക ചെയ്തത്. അങ്ങനെയാണെങ്കിൽ എന്റെ 2 ചോദ്യങ്ങൾക്ക് ഉത്തരം മിസ്റ്റർ ഗോപിനാഥനും പാർവതിയും നൽകേണ്ടി വരും. ആദ്യത്തെ സംശയം, കെമിക്കലിന്റെ സാന്നിധ്യമുള്ള പൂക്കൾ ഈ വീട്ടിൽ എങ്ങനെ വന്നു? ആ പൂക്കളിൽ കെമിക്കൽ സ്പ്രേ ചെയ്തിട്ടുണ്ടെന്ന് പാർവതി എങ്ങനെ തിരിച്ചറിഞ്ഞു? അതാണ് എന്റെ 2ാമത്തെ ചോദ്യം. പാർവതി, പറഞ്ഞു കൊടുക്ക. നിനക്കറിയാവുന്ന എല്ലാ സത്യങ്ങളും നീ സാറിനോട് തുറന്നു പറയേ. ആ പൂക്കൾക്ക് മോശം മണമായിരുന്നു. മോശം മണമുള്ള ധാരാളം പൂക്കൾ നമുക്ക് ചുറ്റുമുണ്ട്. അതിലെല്ലാം കെമിക്കൽ സ്പ്രേ ചെയ്തുകൊണ്ടാണോ ആ ഗന്ധം ഉണ്ടാവുന്നത്? എന്റെ ദേവി, ഞാൻ എന്താ ഇപ്പൊ മറുപടി പറയാ? എന്റെ ഉദയനൂരമ്മ പൂക്കളുടെ മരണഗന്ധത്തെക്കുറിച്ച് ജയയുടെ ആത്മാവാണ് പറഞ്ഞു തന്നെന്ന് ഞാൻ പറഞ്ഞ ആരും വിശ്വസിക്കില്ലല്ലോ. ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത് എന്റെ ദേവി? കണ്ടില്ലേ സാറേ, ഒന്ന് മാറിക്കേ സാറേ. സാറിന്റെ ചോദ്യത്തിന് മുന്നിൽ ഇവളുടെ ഉത്തരം മുട്ടി കണ്ടില്ലേ? എന്ത് കള്ളത്തരം പറയണമെന്ന് ആലോചിച്ചോണ്ടിരിക്കുക. എടീ, അളിയനെ പാട്ടിലാക്കിയതുപോലെ നിനക്ക് എല്ലാരും പാട്ടിലാക്കാൻ പറ്റുമെന്ന് വിചാരിക്കണ്ടേ? എടീ, സാറ് നിന്നെ കൊണ്ട് എല്ലാ സത്യങ്ങളും പറയിപ്പിക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇവിടെ നടക്കുന്നതൊക്കെ ഞാൻ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ശമ, ഞാനാണെങ്കിൽ ഒരു പ്രത്യേക അവസ്ഥയിലാണ് ജീവിക്കുന്നത്. നിനക്കെങ്കിലും സമാധാനമുള്ള ഒരു ജീവിതം കിട്ടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എന്താ മൃതെടുത്തി? എന്താ കാര്യം?
അന്ന് ഐശ്വര്യ എന്നോട് ചില കാര്യങ്ങൾ പറഞ്ഞപ്പോ ഞാൻ ആദ്യം വിശ്വസിച്ചില്ല. നിനക്ക് ട്യൂഷൻ വെച്ചതിന്റെ ദേഷ്യമാണെന്നാ ഞാൻ കരുതിയത്. പക്ഷേ ഇപ്പൊ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഐശ്വര്യ പറഞ്ഞത് കള്ളമല്ലെന്ന്. ഈ വന്ദന മറ്റെന്തോ ഒരു ഉദ്ദേശത്തോടു കൂടിയാ വന്നിരിക്കുന്നെ. അമൃതടുത്തി, ചില കാര്യങ്ങളിൽ എനിക്കും ടീച്ചറെ സംശയമായിരുന്നു. പക്ഷെ ടീച്ചർ ഒരു പാവാ. അഖിൽ സാറിനോട് കോളേജിൽ പഠിച്ചിരുന്നതാ. പഴയ കൂട്ടുകാരല്ലേ. ലോകത്ത് മറ്റാരെയും സ്വാധീനിക്കാം, പക്ഷെ അഖിൽ സാറിനെ സ്വാധീനിക്കാൻ പറ്റില്ല. അതെ, അങ്ങനെയൊക്കെ തന്നെയാ ഞാനും കരുതിയിരുന്നെ. ഒരു പെണ്ണിന് ലോകത്ത് ആരെ വേണമെങ്കിലും സ്വാധീനിക്കാം, പക്ഷെ എന്റെ ആദ്യേട്ടനെ സ്വാധീനിക്കാൻ പറ്റില്ല എന്ന്. അതിനാദ്യം ആര് സ്വാധീനിച്ചു? ഒക്കെ അമൃതയെടുത്തിട്ട് തോന്നല. ഇനി ഞാനങ്ങോട്ട് ചെന്ന് ആ രംഗം ഒന്ന് കൊഴിപ്പിക്കാം. ആ അമൃത എന്നെ തല്ലോന്ന പേടി. തല്ലിയില്ലെങ്കിൽ തല്ലിക്കണം, എന്നാലേ രംഗം കൊഴുക്കൂ. ശരി, ഞാൻ ഇനി ഒന്നും പറയുന്നില്ല. ഒക്കെ അനുഭവിച്ചോ. എടി മണ്ടി, താലി ദിവ്യമാണ്, താലി കെട്ടുന്ന ആള് ദൈവമാണ്, അങ്ങനെയൊക്കെ വിശ്വസിക്കുന്ന എന്നെ നിന്നെ പോലുള്ള പെണ്ണുങ്ങളാ ഈ ലോകത്ത് കണ്ണീര് കുടിക്കുന്നെ. ഇത് ഞാൻ വായിച്ചറിഞ്ഞതല്ല ശ്യാമേ, ആരും പറഞ്ഞു കേട്ടതുമല്ല. അനുഭവിച്ചറിഞ്ഞത്. എടുത്തി വെറുതെ ഓരോന്ന് ആലോചിച്ച് കൂട്ടുന്നതാ. എന്താ മതി, എന്താ ഒരു തർക്കം പോലെ? അതെ, തർക്കം പോലെയല്ല, തർക്കം തന്നെയാ. ഇവളുടെ ജീവിതം ഒരാൾ ഇല്ലാതാക്കാൻ നോക്കുന്നു. അതിനെക്കുറിച്ച് ഞാനൊരു മുന്നറിയിപ്പ് കൊടുത്തതാ. ഇല്ല, ഒന്നുമില്ല ടീച്ചറെ. അമൃതടുത്തി, വൈകുന്നേരം നമുക്ക് അമ്പലത്തിൽ പോണ്ടേ? ശ്യാമേ, നിനക്ക് എന്നെ ഇവിടുന്ന് പെട്ടെന്ന് പറഞ്ഞയക്കാനുള്ള വെപ്രാളാണെന്ന് എനിക്കറിയാം. കണ്ടാൽ അറിയാത്തവൻ കൊണ്ടാൽ അറിയോന്ന് പറയും. ഇതിപ്പോ നീ കൊണ്ടാലും അറിയുന്നില്ല. ആരെ കൊള്ളിച്ചാണല്ലോ പറയുന്നത്? ആരെയോ അല്ല, ഇയാളെ തന്നെയാ. ഒന്നുമില്ല ടീച്ചറെ, ഞാൻ പഠിക്കാൻ വരുവാ. ടീച്ചർ അങ്ങോട്ടേക്ക് ചെല്ലേ. അങ്ങനെയല്ല, അതൊന്ന് ക്ലിയർ ചെയ്യണമല്ലോ. ടീച്ചറെ, എനിക്കറിയണം എന്നെ കുറിച്ച് എന്താ ഉദ്ദേശിച്ചതെന്ന്. മുദ്രപത്രം വാങ്ങി വന്നാ മതി. ഉദ്ദേശിച്ചത് എന്താണെന്ന് ഞാൻ എഴുതി ഒപ്പിട്ട് തരാം. ഉദ്ദേശിച്ചത് എന്താണെന്ന് അറിയണം പോലും. ശ്യാമേ, നിന്റെ കാര്യം പോക്ക. അങ്ങനെ അങ്ങ് പോയാലോ? കയ്യിന്ന് വിട്. ടീച്ചറെ പ്ലീസ്, ഒരു പ്രശ്നം ഉണ്ടാക്കല്ലേ. അമൃതടുത്തി, വേണ്ട. എന്റെ ക്യാരക്ടറിനെ അവഹേളിക്കാൻ ഞാൻ ആരെ അനുവദിക്കില്ല. കൂടി നിക്കാൻ വേണ്ട ടീച്ചറെ. കഴിയുന്നു വിടറി. ഉദ്ദേശത്തിൽ അത് പറഞ്ഞെന്ന് എനിക്ക് അറിയണം. എനിക്കത് അറിയണം. പറഞ്ഞിട്ട് പോയാ മതി. എന്താ ഉദ്ദേശിച്ചത്? എന്താ ഇത്? എന്താ കാര്യം? നീ ഇവളോട് തന്നെ ചോദിക്കും, ഇവള് പറഞ്ഞുതരും. എന്റെ പൊന്നമൃതേർത്തി, ഞാൻ ജീവിച്ചു പൊയ്ക്കോട്ടെ. ഞാൻ നിങ്ങളെയൊക്കെ സംബന്ധിച്ച് ആസ്ഥാന അഹങ്കാരിയാണല്ലോ. എന്തേലുണ്ടെങ്കി അമൃതേർത്തിയോട് പറഞ്ഞോളാം. അതിനപ്പുറം നമുക്ക് വയ്യേ. പിടിച്ചാമേ. തന്റെ ഏട്ടത്തിമാരെ രണ്ടുപേരും ബെസ്റ്റ് പാർട്ടികളാണല്ലോ. എങ്ങനെ സഹിക്കുന്നടോ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സർ, ആള് ഭയങ്കര ഹാപ്പിയാണല്ലോ. ഞാനല്ലെങ്കിലും ഹാപ്പി അല്ലേ സർ? ഞാൻ ഇന്ന് അമ്പലത്തിൽ പോയി ഒരു സന്യാസിയെ കണ്ടു. അദ്ദേഹം ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്തായാലും ഇപ്പോ മനസ്സിന്റെ ഒരു ഭാരം അങ്ങ് മാറി. മനസ്സിന്റെ ഭാരം? തനിക്കെന്താ മനസ്സിൽ ഇത്ര ഭാരം? ഒന്നുമില്ല, മനസ്സിന്റെ ഭാരത്തിന് സാറ് തന്നെ കാരണം. ഞാനോ? ഞാൻ എന്ത് ചെയ്തു? അത് സാറ് മറ്റാരോടെങ്കിലും സംസാരിക്കുന്നതൊക്കെ കാണുമ്പോ എനിക്ക് ദേഷ്യം വരിക. എനിക്കറിയാം സാറിന്റെ മനസ്സിൽ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന്. പക്ഷേ ചില സമയത്ത് വെറുതെ ഇങ്ങനെ ഓരോന്ന് ഓർത്തു പോവാ. വന്ദന തലകറങ്ങി വീണതും ഞാൻ പിടിച്ച് കട്ടിലിൽ കിടത്തിയതൊക്കെ പറയണോ? വേണ്ട, പാവം വല്ലാണ്ട് സന്തോഷിച്ചു നിൽക്കുക. ആ സന്തോഷം ഇല്ലാതാക്കണ്ട. പിന്നെ എപ്പോഴെങ്കിലും പറയാം. സാർ എന്താ ആലോചിക്കുന്നത്? ഏയ് ഒന്നുമില്ല.
ആഹാ, സ്റ്റുഡന്റിനെ അന്വേഷിച്ച് ടീച്ചർ വന്നിരിക്കുന്നു. ആ വന്നേ വന്നേ, കൊച്ചു വർത്താനൊക്കെ പിന്നീട്, ആദ്യം പഠിത്തം. ശ്യാമ വയ്ക്കോ, മത്സരത്തിന്റെ ദിവസം അടുത്തവര് ചെന്ന് പഠിക്കേ. ഒരു മിനിറ്റ്, ഞാൻ ദാ വരുന്നു. ആ അഖിൽ, ഇന്ന് നമ്മുടെ അശ്വിൻ വിളിച്ചിരുന്നു. ഏത് അശ്വിൻ? ആഹാ, അശ്വിനെ മറന്നോ? കോളേജിലെ അഖിലിന്റെ ഏറ്റവും വലിയ ഫ്രണ്ട്. അശ്വിൻ, അയാളെ ഞാൻ മറന്നിരിക്കായിരുന്നു. അഖിലിനോട് ഞാൻ കമ്പനി ആവുന്നത് അശ്വിന് ഇഷ്ടമായിരുന്നില്ലല്ലോ. ഞാൻ അവന്റെ ഫ്രണ്ട് ആവണമെന്നായിരുന്നല്ലോ അവൻ എപ്പോഴും പറഞ്ഞിരുന്നേ. ആ കഥകളൊക്കെ എനിക്കറിയില്ലേ. ആ ഓ, ഭാര്യ നിൽക്കല്ലേ, അപ്പൊ പിന്നെ ഒന്നും ഓർമ്മ കാണില്ല. ആ ശ്യാമേ, നമുക്ക് പഠിക്കാം. വാ വന്നേ, കം കം. ഞാനിപ്പോ വന്നോളാം. ടീച്ചർ ചെല്ല്. എന്താടോ പെട്ടെന്ന് ഡള്ളായേ? എടോ, വന്ദന പറയുന്നതൊന്നും എനിക്ക് ഓർമ്മ വരുന്നില്ല. ഞാൻ പഠിക്കാൻ പോട്ടെ സാർ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ബാലു, മോളെ, നിന്റെ ബാലുദാ നിന്നെ കാണാനെത്തി. രണ്ടു ദിവസമായിട്ട് ഞങ്ങൾ സംസാരിക്കുകയായിരുന്നു. മോളെ വേദനിപ്പിച്ചിട്ട് ഞങ്ങൾക്ക് ഒരു സന്തോഷവും വേണ്ട. അതെ അതെ അപർണ, ഞാനും നിങ്ങളുടെ കാര്യത്തിൽ വളരെ മോശമായി കയറി ഇടപെട്ടിട്ടുണ്ട്. ഐ എം സോറി അപർണ, എല്ലാത്തിനും സോറി ചോദിക്കുന്നു. ഞാനാണ് ബാലുവിനെ വിളിച്ചു വരുത്തിയത്. നിങ്ങൾ രണ്ടുപേരും നിങ്ങൾക്ക് വേണ്ടി ജനിച്ചവരാ. നിങ്ങളെ വേർപെടുത്തുന്നത് മഹാപാപ. അതെല്ലാവർക്കും ഇവിടെ മനസ്സിലായി. അപ്പോ ബാലു, ദേ മോള് സംസാരിക്കാൻ വാക്കുകൾ കിട്ടാതെ നിക്കുക. ബാലു, സോറി, കൂടുതൽ തെറ്റുകൾ എന്റെ ഭാഗത്താ. ബാലു ഒന്ന് ആവശ്യപ്പെട്ടപ്പോ തന്നെ ഞാൻ കമ്പനിന്ന് രാജിവെക്കണായിരുന്നു. എന്റെ തെറ്റിന് എനിക്ക് തിരിച്ചടി കിട്ടി. നീ എന്ത് തെറ്റ് ചെയ്തു? തെറ്റ് ചെയ്തത് ഞാനാ. ആന്റിയോടും അങ്കിളിനോടൊക്കെ ഞാനത് പറയുകയും ചെയ്തു. ഈ കൈ കൊണ്ട് നിന്നെ ഞാൻ തല്ലി.
സത്യം പറഞ്ഞ ഞാൻ ഈ കൈ മുറിച്ചെറിയണമെന്നാ ഇടയ്ക്ക് ചിന്തിച്ചത്. അപ്പൂനെ പോലൊരു പരിശുദ്ധിയുള്ള പെൺകുട്ടിയെ വെറുതെ ഞാൻ... വേണ്ട, കഴിഞ്ഞതൊന്നും പറയണ്ട. എനിക്കെന്റെ ബാലുവിനെ കിട്ടിയല്ലോ, അത് മതി. അമ്മി, അച്ഛമ്മ, സന്ദീപങ്കിൾ, എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. എന്റെ ബാലുവിനെ എനിക്ക് തിരിച്ചു കിട്ടിയല്ലോ. ഇനി ബാലുവിനെ വിട്ട് ഞാൻ ഒരിടത്തും പോവില്ല. എന്റെ ബാലുവിനെ വിട്ട് ഞാൻ ഒരിടത്തും പോവില്ല. ബാലു, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്റെ ചേച്ചിനെ നീയൊക്കെ ഇവിടുന്ന് തല്ലി ഇറക്കി വിട്ടതാണല്ലേടി? അല്ല, അമ്മ തന്നെ പോയതോ? അതെ, എല്ലാം അറിഞ്ഞിട്ട് തന്നെയാ ഞാൻ വന്നിരിക്കുന്നത്. ചേച്ചിയുടെ അടുത്തുനിന്നാ ഞാനിപ്പോ വരുന്നേ. എന്റെ ചേച്ചി ഇവിടുന്ന് മനസ്സ് വിഷമിച്ച് ഇറങ്ങി പോയപ്പോഴേ അട്ടത്തൊളിച്ചിരുന്ന ഒരുത്തുണ്ടായിരുന്നല്ലോ, വലരാമേട്ടൻ. അയാളടക്കം ഈ കുടുംബത്തിലുള്ള എല്ലാത്തിനും ഇപ്പൊ എന്റെ കൺമുനി കൊണ്ടെത്തിച്ചിരിക്കണം. അല്ല കുഞ്ഞമ്മ, പോയി വിളിച്ചോളൂ പാടി. ഇനി നിന്നോട് പ്രത്യേകിച്ച് വേറെ പറയണോ? പോയി വിളിച്ചോളൂ പാടി. ഈ ജാതിത്തോട്ടോ അപ്പുണ്ണിയുടെ തൊഴുത്തും ഒക്കെ കൂടെ കാണുമ്പോഴേ മൊത്തത്തിൽ ഇവിടെ ഒരു പോസിറ്റീവ് എനർജിയാ. സുൽത്താത്തക്കെങ്കിൽ അത് തോന്നിയല്ലോ. ആർക്കും അങ്ങനെ തോന്നാറില്ല. അതെ, ഒരു വീട്ടില് തൊഴുത്തിൽ 2 പശുക്കൾ ഉണ്ടെങ്കിൽ ആ വീടിന് ഐശ്വര്യ. ഞാൻ കേട്ടിട്ടുണ്ട്. അതാണ് ഈ കൊട്ടിലപ്പാട്ടിന്റെ മൊത്തം ഐശ്വര്യം. അത് ഇവിടെ പലർക്കും അറിയില്ല. അത് തന്നെയല്ല, എന്തൊരു സമാധാനമാ. കാര്യം എന്തെങ്കിലുമൊക്കെ വഴക്കം ലഹളയൊക്കെ ഉണ്ടെങ്കിലും ഇവിടെ മൊത്തത്തിലൊരു സമാധാനം ഉണ്ട്. അതാണ് കൊട്ടിലപ്പാട്ട്. എന്തോ ഓടി വരണേ? ആകെ കുഴപ്പമായി. ആർക്കെല്ലാം എന്തെങ്കിലും അപകടം പറ്റിയോ? പക്ഷെ അപകടം പറ്റിയിട്ടില്ല, പക്ഷെ ചിലപ്പോ പറ്റുമായിരിക്കും. എന്താ കാര്യം? അപ്പുണ്ണിയുടെ രാധ കുഞ്ഞമ്മ തിരിച്ചു വന്നിട്ടുണ്ട്. രാധ കുഞ്ഞമ്മ വന്നതിന് നീ എന്തിനെങ്ങനെ പേടിച്ചു പറയണേ? സന്തോഷത്തോടെ പറയേണ്ട കാര്യമില്ല, കുഞ്ഞമ്മയല്ലേ. അയ്യോ, അത് അങ്ങനല്ല. നമ്മളൊക്കെ കൂടെ അമ്മ ഇവിടുന്ന് ഇറക്കി വിട്ടെന്ന് പറഞ്ഞൊരു കലി തുള്ളിയാ വന്നിരിക്കുന്നേ. വന്നിറങ്ങിയ പാടെ കൊണ്ടുവിട്ട ഓട്ടോക്കാരന്റെ മോന്ത് നോക്കി ഒറ്റ ഒന്ന് കൊടുത്തു. അയാളുടെ ചെവിക്കല്ല് അടിച്ചു പോയെന്നാ തോന്നുന്നേ. ആനയ്ക്ക് മതം ഇളകിയ പോലെ വന്നിരിക്കുന്നത്. നമ്മളെല്ലാം അന്വേഷിക്കുന്നുണ്ട്, അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. അതെ, അമ്മ നമ്മളോട് ഇവിടുന്ന് വഴക്കിട്ട് ഇറങ്ങി പോയതാണ്. കുഞ്ഞമ്മ എങ്ങനെ അറിഞ്ഞേ? അതെനിക്ക് അറിയത്തില്ല. ചിലപ്പോഴേ ആശ്രമത്തിൽ ചെന്നപ്പോ അമ്മ പറഞ്ഞായിരിക്കും. അമ്മ ആശ്രമത്തിലുണ്ടെന്ന് കുഞ്ഞമ്മ എങ്ങനെ അറിഞ്ഞേ? എനിക്ക് അറിഞ്ഞൂടാ പുണ്യേട്ടാ. നീട്ട് അറിയാണ്ട് പറഞ്ഞു പോയില്ലോ. പുണ്യേട്ടാ, തോന്നിയാസം പറയരുത് കേട്ടോ. ഞാനല്ല പറഞ്ഞേ. അവൾ അങ്ങനൊന്നും പറയത്തില്ല പുണ്ണി, അകതിരിയുള്ള കൊച്ച അവള്. അതെ, നല്ല ദേഷ്യത്തിലാണോ വന്നിരിക്കണേ? അപ്പൊ ഇത്രയും നേരം ഞാൻ എന്തോന്നാ പറഞ്ഞേ? അങ്ങനെയാണെങ്കിലേ അപ്പുണ്ണി കിണറ്റിൽ വീണ് ചത്തുപോയി. ഇപ്പൊ പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുവരികയാണ്, നീ പോയി പറ. അയ്യ, അങ്ങനെ നുണ പറയേണ്ട കാര്യമൊന്നും വരില്ല. അപ്പുണ്ണി എന്നെ കണ്ട ഉടനെ ചിലപ്പോ കുഞ്ഞമ്മ എടുത്ത് കിണറ്റിലിട്ടോളും. ഷായന, എന്ത് ഓർത്താനാ നീ പറയുന്നേ? അങ്ങനെ ചോദിക്കും. കൊല്ലാനാണെങ്കിൽ വേറെ എന്തെല്ലാം മാർഗമുണ്ട്? കിണറ്റിൽ തന്നെ ഇടണമെന്നുണ്ടോ? വെള്ളം കൂടി മുട്ടിക്കാൻ വേണ്ടിട്ട് അവരെ അത്രയ്ക്ക് വകതിരിവില്ലാത്ത സ്ത്രീയാണോ? എന്റെ ഉമ്മ, അതൊക്കെ നമുക്ക് പിന്നെ ആലോചിക്കാം. ഇപ്പോഴേ ഇവിടുന്ന് വർത്താനം പറയാതെ അങ്ങോട്ടും, അല്ലെങ്കിൽ ചിലപ്പോ അവരിങ്ങോട്ട് വരും. ഈ കുഞ്ഞമ്മ എത്ര ദേഷ്യത്തോടെ വരുന്നറിഞ്ഞിരുന്നെങ്കിലേ നമുക്ക് ഊട്ടിക്ക് ടൂർ പോയിരുന്നു. ശരിയാ എന്റെ പൊന്നപ്പുണ്യേട്ടാ, ഈ തറവാട്ടി കിടന്ന് മരിക്കുന്നതിനെ ഒരു അന്തസ്സൊക്കെ ഉണ്ട്. വേറെ വല്ലയിടത്തും പോയിട്ട് അവരവിടെ വന്ന് നമ്മളെയൊക്കെ കൊല്ലുവാണെങ്കിലേ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. എന്റെ കൊച്ചെ, ചത്ത ശവത്തിന് എന്താ അന്തസ്? എവിടെ കിടന്ന് ചത്താലെന്ത്? നമ്മൾ അറിയാൻ പോകുന്ന എവിടെ കിടന്നാ ചത്തേന്ന്. എന്തായാലും നിങ്ങൾ വാ അപ്പുണ്ണിയുടെ, വേഗം വാ. അപ്പുണ്ണി, ഏതായാലും മരണം ഉറപ്പാ. അങ്ങോട്ട് പോയി മേടിക്കുന്നതാ നല്ലത്. അപ്പുണ്ണി, നിന്നെ രാധകുഞ്ഞമ്മ നിങ്ങളെ കൊന്നു കഴിയുമ്പോഴേ നിങ്ങളല്ല നമ്മളെയാണ്. അല്ല, എന്നെ കൊല്ലില്ല. ഞാൻ ഈ തറവാടിലേ അല്ലല്ലോ. അത് തന്നെയല്ല, സീതേച്ചി പോകുമ്പോ ഞാനിവിടെ ഇല്ലായിരുന്നു താനും. അതുകൊണ്ട് എന്നെ വെറുതെ വിടും. നിങ്ങളെ കൊന്നു കഴിയുമ്പോഴേ നാളെ പത്രത്തിലും ടിവിയിലും ഒക്കെ വരുന്ന വാർത്ത എന്തായിരിക്കും അറിയോ? കൊട്ടിലപ്പാട്ട് കൂട്ടക്കൊല. അങ്ങനെ ആയിരിക്കും. ഓരോന്ന് പറഞ്ഞ് പേടിപ്പിക്കണ്ടേ? അത് മതിയാ പുണ്ണി, അതിനൊരു ഇമ്പം ഒക്കെ ഉണ്ട്. ആ ഇമ്പം നീ നടക്കില്ല. എന്തായാലും പത്രക്കാരോട് വിളിച്ചു വരും. കൂട്ടക്കൊല, അത് മതി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.